കന്യാസ്ത്രീകൾ. എന്താണ് ഈ കന്യാസ്ത്രീ എന്ന് പറഞ്ഞു? ജബതയുടെ മകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും പാരലൽ തോന്നുന്നുണ്ടോ? എന്തെങ്കിലും പാരലൽ? ജബത കന്യകത്വത്തെക്കുറിച്ച് വിലപിക്കാനായിട്ടാണ് മലമുകളിലേക്ക് പോകുന്നത്. അങ്ങനെ ഒന്നും പറഞ്ഞുകൊണ്ടല്ലെങ്കിലും ജീവിതകാലം മുഴുവൻ സ്വയം ജീവനോടെ കുഴിച്ചു മൂടുക എന്ന് വേണമെങ്കിൽ പറയാം. പലതരം കന്യാസ്ത്രീകളുണ്ട്. ഞാനതിൻ്റെ സംഘടനാപരമായ സഭാപരമായ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഒരു ആശയപരമായിട്ട് നോക്കുമ്പോൾ അസഹനീയമായ കാര്യമാണ്. ഈ നരബലിയൊക്കെ എതിർക്കുന്നവർ എന്തുകൊണ്ടാണ് ഈ നിങ്ങളുടെ തൊട്ടു മുന്നിൽ ഇങ്ങനെ നിരന്തരമായിട്ട് എക്സ്പോസ്ഡായി നിൽക്കുന്ന ഈ ഇത്തരം ബലികളെക്കുറിച്ച് ചിന്തിക്കാത്തത്? സാധാരണ കന്യാസ്ത്രീകളുടെ അവസ്ഥ ഓഫ് കോഴ്സ് ലൂസി അവർ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അത് നോർമലി ഒരു വ്യക്തി ഒരു കുറഞ്ഞ പൗരാവകാശങ്ങളും സ്വാതന്ത്ര്യവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് നമ്മളുടെ ഇടയിൽ ജീവിക്കുകയാണ്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുശ്രൂഷ ചെയ്യാനാണ്, പ്രാർത്ഥിക്കാനാണ്. ദേ ആർ ആക്ച്വലി പ്രാർത്ഥനാ തൊഴിലാളികളാണ്. ഞാൻ മുമ്പേ പറഞ്ഞ മധ്യസ്ഥ പ്രാർത്ഥനകൾ ആളുകൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാനില്ല. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എരിഞ്ഞടങ്ങുക എന്നുള്ളതാണ്, ഒരു മെഴുകുതിരി പോലെ. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രാർത്ഥനാ വസ്തുക്കൾ ഉണ്ടാക്കുക, പ്രാർത്ഥനാ വസ്തുക്കൾ നിർമ്മിക്കുക, ഇതൊക്കെയാണ് പലപ്പോഴും കന്യാസ്ത്രീകളുടെ ഒരു ജോലി എന്ന് പറയുന്നത്. പിന്നെ അവർ സ്ഥാപനങ്ങൾ നടത്തും, സേവനങ്ങൾ നടത്തും. അതിൻ്റെ തന്നെ പ്രതിഫലമൊന്നും അവർക്ക് നേരിട്ട് കിട്ടില്ല. ചിലപ്പോൾ കിട്ടിയാലായി പല സഭകളിലും പല വ്യവസ്ഥകളാണ്. ഞാനതെല്ലാം വിടുന്നു, നിങ്ങൾക്കെല്ലാം അറിയാം. പക്ഷേ യു ആർ മോർ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഇൻഫോംഡ് ദാൻ മീ. ഈ വിശ്വാസിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അവന് വേണ്ട കാര്യങ്ങൾ, അവന് ആവശ്യമുള്ള കാര്യങ്ങൾ അവനെ തന്നെ ത്യജിക്കുക എന്നുള്ളതാണ്. ഈ കന്യാസ്ത്രീ എന്ന് പറയുന്ന സംഗതി അടിസ്ഥാനപരമായിട്ട് അതൊരു ബലിയാണ്. ടു ബി പ്രിസൈസ്, അതൊരു മനുഷ്യബലിയാണ്. ഇത് ഫേസ്ബുക്കിൽ വന്ന ഒരു പാവം കുഞ്ഞാട് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആണോ, മഠത്തിൽ നിന്ന് പുറത്ത് വന്ന ഒരു പെൺകുട്ടിയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി പാവം കുഞ്ഞാട് ഇനിയിപ്പോൾ ആരാണെന്ന് എനിക്കറിയില്ല. ഇതൊരു ഐഡിയ ആണ്. ക്യാൻ ബി എനിബഡി. അവർ പറയുന്നത് ചേർത്തലയിലെ, എനിക്കൊന്ന് എരമല്ലൂരാണെന്ന് തോന്നുന്നു, അവിടെയുള്ള ഒരു മിണ്ടാമഠത്തിലെ ചില പ്രത്യേകതകളാണ്. അവിടെയുള്ള വരുത്തുപോക്കുകളും അങ്ങനെ അവിടെ കുറച്ച് ആളുകൾ പോസ്റ്റർ എഴുതി ഒട്ടിച്ചതും അങ്ങനെയൊക്കെയുള്ള കാര്യമാണ്. ഈ ജയിലെന്ന് പറഞ്ഞ സാധനം എത്രയോ ഭേദമാണ്. ഇതിലും പരോള് കിട്ടും. നമ്മൾ കുറ്റം ചെയ്തിട്ടാണ് പോകുന്നത്. ഇതെന്താണ് നമ്മുടെ കുറ്റം? നമ്മുടെ അന്ധവിശ്വാസം.